ഹലോ വെൽക്കം. നമ്മളൊരു പുതിയ വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് മുട്ട കൊണ്ടുള്ളൊരു സിമ്പിൾ ഡിഷാണ്. എല്ലാ ഇതിൻ്റെ കൂടെ, അതായത് ചോറ്, ചപ്പാത്തി, ഇടിയപ്പം, വെള്ളയപ്പം, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇൻഗ്രീഡിയൻസ്: സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ മസാലകളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് പൊടി, ഒരു ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ, 3 മുട്ട, പിന്നെ ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ, ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ വേണ്ടി വരും, എല്ലാം വഴറ്റിയെടുക്കണമല്ലോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ തക്കാളി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഇതൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഒരു പച്ചമുളകും ഒരു വലിയ സവാളയും ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതാണ് ചേർത്തേക്കണത്. കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അധികം പൊടി ആവശ്യമില്ലേ കറിക്ക്, അത് തന്നെ അത്ര ചേർക്കണുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ വഴണ്ട് വരുന്ന വരെ നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ഇതിൽ നമ്മളെടുത്ത് വെച്ചതിൽ കുരുമുളക് പൊടി ഒഴികെ ബാക്കിയെല്ലാം ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരകം പൊടിച്ചത്. ഇനി ഈ കുരുമുളക് പൊടി നമ്മൾ മുട്ടയുടെ മുകളിലാണ് ഇടുക. എന്നിട്ട് ഇത് ഒരു ചെറിയ തീയിലിട്ട് ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ആ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരണവരെ. തീ കൂട്ടി വയ്ക്കരുത്, ഒക്കെ കരിഞ്ഞു പോവും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലകളൊക്കെ ചേർക്കാൻ. നമ്മുടെ മസാലകളൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുകയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് ഒന്ന് നന്നായി തിളപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി നന്നായി തിളച്ച് വരണം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് തീ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ മുളകും നോക്കാം. മുളക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഇടാം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും അത് മുട്ടയുടെ മുകളിലാണ് ഇടാം. ഈ ഗ്രേവിയിൽ നമുക്ക് ഇനി എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ ഉപ്പ് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാം. അപ്പോഴേക്കും ആ സവാളയും മസാലകളൊക്കെ തേങ്ങാപ്പാലിലൊന്ന് വറ്റി വരും. അപ്പോൾ നമ്മുടെ കറി തിളച്ച് ആ മസാലയും ഉള്ളി, സവാള, തക്കാളി എല്ലാം നല്ല തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് ഗ്രേവി വല്ലാതെ കുറുകണ്ട. കുറച്ച് കണയിലേക്ക് നമുക്കിനി മുട്ട ഇടാനുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ വല്ലാതെ കുറുക്കി എടുക്കരുത്, കുറച്ചൊരു ഇതായിട്ട് ഇടണം. ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രേവി ആയിട്ട് കട്ടിയായിട്ട് പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായി ഒന്ന് തിളച്ച് എല്ലാം നല്ല കൂട്ടൊക്കെ ഒന്ന് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമുക്ക് ഓരോ മുട്ടയായിട്ട് ഒഴിക്കാം. ഇനി മുട്ടയ്ക്ക് എന്തെങ്കിലും കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം കറി വേസ്റ്റ് ആയി പോകണ്ടല്ലോ. അതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഒഴിക്കണത്. ഈ കാടമുട്ട വെച്ചും ചെയ്യാം കേട്ടോ ഈ കറി. അത് നല്ല ടേസ്റ്റാണ് കാടമുട്ട വെച്ച് ചെയ്യണത്.
തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പരന്ന പാത്രത്തിൽ തന്നെ കറി ഉണ്ടാക്കണം കേട്ടോ, എന്നാലും നമുക്ക് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മുട്ട ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത്. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കുരുമുളക് പൊടിച്ചതുണ്ടല്ലോ അത് ആ മുട്ടയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെക്കണം, കൂട്ടി വെച്ച മുട്ട മൊത്തം കലങ്ങിപ്പോവും. ചെറിയ തിളയിൽ അതിങ്ങനെ വെന്ത് വരണം. അത് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് അടച്ചു വെക്കാതെ മുട്ടയുടെ പോലെ കുരുമുളകൊക്കെ ഇട്ടു നമ്മൾ ഇതിനെ അവിടെ നിന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. തീ കുറച്ച് വെക്കണം. നമുക്ക് മൂടിയുടെ മുകളിൽ കൂടെ കാണാം മുട്ടയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ള കളറായി തുടങ്ങി, വൈറ്റ്. ബാക്കി അതുപോലെ ആവട്ടെ. നമുക്ക് കുറച്ചും കൂടി അടച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. മുട്ട ഒരുവിധം ആയി തുടങ്ങിയിട്ടുണ്ട്. മൊത്തമായിട്ട് ഇളക്കരുത്, പതുക്കെ ഈ സൈഡിൽ നിന്നൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗ്രേവി എടുത്ത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായി വെന്ത് കിട്ടും. മുട്ട വേവാണ്ട് ഇനിയും നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ വല്ലാതെ ഇളക്കാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെയൊക്കെ നീക്കാനൊക്കെ പറ്റും. കാടമുട്ട ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ചെറുതല്ലേ. ഇപ്പോൾ കോഴിമുട്ട ആയാലും കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അത് കഴിയുമ്പോൾ നന്നായി വെന്തു എന്നുള്ളൊരു ഇതായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിടാം. മറിച്ചിട്ടിട്ടും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അതിലേക്ക് ആ മുട്ടയ്ക്ക് എല്ലാ മസാലകളും ഉപ്പും എരിവും എല്ലാം അതിൽ പിടിച്ച് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ആ മുട്ടയ്ക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് തേങ്ങാപ്പാലിൽ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നന്നായി വെന്ത് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മുട്ടക്കറി എല്ലാവരും കണ്ടല്ലോ. വളരെ എളുപ്പത്തിൽ അധികം സമയമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് രാത്രി ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.